വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അറബിക് തേർഡ് സെമസ്റ്റർ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി ബ്ലോക്ക് 2 ബ്ലോക്ക് 2 അതിൽ ഡിസ്കഷൻ പാർട്ട് 2.1.1 അൽ മദ്രസത്തുർ റുമാൻസിയ. അൽ മദ്രസ റുമാൻസിയ എന്നുള്ളതാണ്. അൽ മദ്രസത്തുർ റുമാൻസിയ തുസമ്മ ഐലം ബിൽ മദ്രസത്തുൽ ഇബ്തിദാഇയ്യ. ഈ മദ്രസ റുമാൻസിയ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതാണ് മദ്രസ ഇബ്തിദാഇയ്യ. അൽ മദ്രസത്തുൽ ഇബ്തിദാഇയ്യ എന്ന പേരിലും അതറിയപ്പെടുന്നു. അന്നഹ, അതിനുള്ള കാരണം, ഇബ്തദഅത് ഫി ശഅരി നഹ്ജൻ ജദീദൻ, കവിതയിൽ പുതിയ ഒരു മൻഹജ്, ഒരു നഹ്ജ്, ഒരു രീതി സ്വീകരിച്ചു എന്നുള്ളതാണ്. അൽ മദ്രസ ഇബ്തിദാഇയ്യ എന്ന് പറഞ്ഞാൽ ഇബ്തിദാഇയ്യ എന്നാൽ നൂതനത്വം എന്നാണ്. വൽ ഹറകത്തുർ റുമാൻസിയ്യ ളഹറത് ഫിൽ ഖർനി സാമിന അശ്റ അൽ മീലാദി. ക്രിസ്താബ്ദം 18-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു പ്രസ്ഥാനം രംഗത്ത് വരുന്നത്. അൽ ഹറക്കർ റുമാൻസിയ, ഈ റൊമാൻറ്റിസം എന്ന ഈ ഒരു പ്രസ്ഥാനം ലഹറത്ത്, അത് രംഗപ്രവേശം ചെയ്തെന്നാണ് ഫിൽ ഖർനി സാമിന അശ്റ. വബദഅത് ബി അൽമാനിയ, അത് ജർമ്മനിയിലാണ് തുടക്കം കുറിച്ചത്. സുമൻ തശറത് ഫി ഔറൂബ, പിന്നെ യൂറോപ്പിൽ അത് വ്യാപിച്ചു. വലം തഖ്തസിർ ഹാദിഹിൽ ഹറക്കത്തു അലൽ അദബ്, ഈ ഒരു പ്രസ്ഥാനം അത് സാഹിത്യത്തിൽ മാത്രം പരിമിതമായിരുന്നില്ല. ലം തഖ്തസിർ എന്നാൽ അത് പരിമിതമല്ല. ലക്കിന്നഹ, എന്നാൽ അത് സ്വാറത്ത്, അവ ആയിത്തീർന്നു, താബിഅൻ ലിൽ അസ്ർ, ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിച്ഛായമായി മാറി. താബിഅൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മുദ്രയാണത്. ആ കാലഘട്ടത്തുണ്ടായ ബി ജമീഇ ഫുനൂനിഹി, കാലഘട്ടത്തിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ മുഴുവൻ കലകളുടെയും, എല്ലാ കലകളെയും സംബന്ധിക്കുന്നതായിരുന്നു ഈ റൊമാൻറ്റിസം എന്ന ഈ പ്രസ്ഥാനം രംഗത്ത് വന്നത്. ബി ജമീഇ ഫുനൂനിഹി എന്ന് പറഞ്ഞാൽ ഹത്ത സമ്മൂഹു, എത്രത്തോളം അവരതിനെ പേര് വിളിച്ചു, മറദുൽ അസ്ർ, കാലത്തിൻ്റെ രോഗം എന്നിവരെ അതിനവർ പേര് വിളിച്ചിട്ടുണ്ട് നിരൂപന്മാരൊക്കെ. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എല്ലാത്തിനും ഇത് ബാധിച്ചു. ഫലമ്മ കാനത്ത് ഹാദിഹിൽ മദ്രസത്തു തഅ്തമിദു അലൽ ആതിഫ വൽ ഖയാൽ ഫഅദബുഹാ യുസമ്മ അദബുൽ ആതിഫത്തി വൽ ഖയാൽ. അങ്ങനെ ഫലമ്മ കാനത്ത് ഹാദിഹിൽ മദ്രസ, ഈ ഒരു പ്രസ്ഥാനം അത് തഅ്തമിദു അലൽ ആതിഫ, ആതിഫത്തിനെ അവലംബിച്ച് തുടങ്ങിയപ്പോൾ, ആതിഫ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ്, വൽ ഖയാൽ, ഭാവനകളെയും ആതിഫകളെയും അത് അവലംബിക്കാൻ തുടങ്ങിയപ്പോൾ, അദബുഹ യുസമ്മ, അതിൻ്റെ സാഹിത്യ മേഖല അത് വിളിക്കപ്പെട്ടത് എങ്ങനെയാണ്? അദബുൽ ആതിഫത്തി വൽ ഖയാൽ. അദബുൽ ആതിഫ വൽ ഖയാൽ എന്ന പേരിലാണ് അത് പേര് വിളിക്കപ്പെട്ടത്. ഇമോഷൻസിൻ്റെയും അതേപോലെ ഭാവനകളുടെയും ഒക്കെ സാഹിത്യം. لأنها بمثابة رد, കാരണം അത് لأنها بمثابة رد فعل, അതൊരു മറുപടി എന്ന നിലക്കായിരുന്നു. ബിമസാബറ, അതനുസരിച്ച്, ബിമസാബത്ത് റദ്ദ് ഫിഅലിൻ മുദാദ്ദിൻ ലിന്നസ്അത്തിൽ അഖ്ലിയ്യ, ബുദ്ധിക്ക് സ്ഥാനം നൽകുന്ന അന്നത്തെ നിലവിലുണ്ടായിരുന്ന പ്രസ്ഥാനം. അല്ലത്തി സാദത്തൽ ക്ലാസിക്കിയ, അത് ക്ലാസിക്കൽ ലിറ്ററേച്ചറായിരുന്നു, അല്ലെങ്കിൽ ക്ലാസിക്കൽ സാഹിത്യ മേഖലയിലുള്ളതായിരുന്നു അന്ന് ബുദ്ധിയിൽ അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് വിരുദ്ധമായി, മുലാദായിട്ട്, ഇതിനെതിരെ നിന്നുകൊണ്ടുള്ള ഒരു മറുപടി പറയുക, അതിനെ പ്രതിരോധിക്കുക എന്ന നിലക്കാണ് ഈ ഒരു സാഹിത്യ മേഖല കടന്നു വന്നത്. ഓക്കെ, ക്ലാസിക്കൽ ലിറ്ററേച്ചർ ബുദ്ധിക്കാണത് പ്രാധാന്യം കൊടുത്തത് എങ്കിൽ ഇത് ബുദ്ധിക്കല്ല, ഇത് മനസ്സിൻ്റെ ഫീലിങ്സുകൾക്കാണ്, ഇമോഷൻസിനാണ്, ഭാവനക്കാണ്. അപ്പോൾ അതിൻ്റെ നേരെ എതിരെ നിൽക്കുന്നതാണ് സാദ എന്ന് പറഞ്ഞാൽ വ്യാപിച്ച് നിൽക്കുന്ന. വതഖൂമു ഹാദിഹിൽ മദ്രസത്തു അലൽ ഫൽസഫത്തിൽ ആതിഫിയ്യ, അതെ, ഈ ഒരു അൽ മദ്രസ റുമാൻസിയ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു ചിന്ത, അത് നിലകൊള്ളുന്നത് അലൽ ഫൽസഫൽ ആതിഫിയ്യ, അത് ഇമോഷൻസ് ഫിലോസഫിൻ്റെ മേലാണ്. വയുൻഷിദുൽ ജമാൽ, ഭംഗിയെക്കുറിച്ചാണ് അത് പാടിയത്, ഭംഗിയെക്കുറിച്ച് അവ പാട്ടുകൾ പാടി. ലൽ ഹഖീഖ, യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല, യാഥാർത്ഥ്യങ്ങൾ ആയിരുന്നില്ല. വയൻതസുറുൽ ഫർദുൽ അൽ മുജ്തമഅ, അവിടെ ഒരു വ്യക്തിക്കാണ് സ്ഥാനം, സമൂഹത്തിനല്ല. വ്യക്തിയുടെ ഫീലിങ്സ്, വ്യക്തിയുടെ താല്പര്യങ്ങൾ, ഇതിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. വഗായത്തുഹു അൽ ആതിഫ, ഇതിൻ്റെ പരമലക്ഷ്യം തന്നെ അത് ഇമോഷൻസിനെയാണ് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ലൽ അഖ്ലാഖ്, മനുഷ്യൻ്റെ മോറൽസിനോ വാല്യൂസിനോ എത്തിക്സിനോ അതിനൊന്നും അവ പ്രാധാന്യം കൊടുത്തില്ല. മനസ്സിലെന്ത് പറയുന്നു, എന്ത് തോന്നുന്നു, അതാണ് പ്രധാനം. അതിനെക്കുറിച്ച് പാടുക, അതിനു വേണ്ടി പാടുക, ഈ രൂപത്തിലായിരുന്നു അന്നത്തെ കവിതകളൊക്കെ രംഗത്ത് വന്നത്. ഇനി നമുക്കതിനെ പോയിൻ്റാക്കി പറയാം. 2.1.2 കാണാം സിമാത്തുൻ ആമ്മ, പൊതുവായ ചില സവിശേഷതകൾ റൊമാൻസിയ, ഈ റൊമാൻറ്റിസത്തിൻ്റെ. അവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇന്ന റൊമാൻസിയ തെർഫുദുൽ വാഖിഅ, ഒന്നാമത്തെ പോയിൻ്റ് അത് തന്നെയാണ്.
യാഥാർത്ഥ്യത്തെ നിരാകരിക്കുന്നു എന്നുള്ളത്. തറഫുൽ എന്ന് പറഞ്ഞാൽ നിരാകരിക്കുന്നു, അൽ വാഖഇ യാഥാർത്ഥ്യം. 2 ഇന്നഹ തുമസ്സിലു റൂഹ സൗറ, ഇന്നഹ തുമസ്സിലു റൂഹ സൗറ വത്തമറുദി വൽ ഹുർരിയ. ഈ ഒരു ചിന്ത, റൊമാൻറ്റിസം എന്ന ചിന്ത, അത് പ്രതിനിധീകരിക്കുന്നത് എന്തിനായിരുന്നു? റൂഹ സൗറ, വിപ്ലവത്തെയാണ്. വത്തമറുദ്, തമറുദനാലും വിപ്ലവം, വൽ ഹുർരിയ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ വിപ്ലവ ചൈതന്യങ്ങൾക്കുമാണ് ഇവ പ്രതിനിധീകരിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. തഅലി മിൻ ഷഅനിൽ ആതിഫ വൽ ഖയാൽ, അത് ഉയർന്നു പോകുന്ന എങ്ങനെയാണ്? അത് ആതിഫത്തും ഖയാലും പരിഗണിച്ചുകൊണ്ടാണ്. ആതിഫത്ത്, ഖയാൽ, ഇമോഷൻസ്, ഭാവന. അൽ ഉഖൂഫ് അല ദാത്ത്, വ്യക്തിക്ക് അത് പ്രാധാന്യം കൊടുക്കുകയാണ്. അൽ ഉഖൂഫ് അല ദാത്തന, ദാത്തന സ്വന്തം, ഒരു വ്യക്തിയുടെ സത്ത, അതിൻ്റെ അത് ഉഖൂഫ്, അക്കഫ അല എന്ന് പറഞ്ഞാൽ അതിന് ചടഞ്ഞിരിക്കുന്നതാണ്, അതിന് പ്രാധാന്യം കൊടുക്കുക. അവൻ നസ് അൽ ഫർദിയ, അല്ലെങ്കിൽ നമുക്കതിനെ ഈ ടേമിൽ വിളിക്കാം, നസ് അൽ ഫർദിയ, ഇൻഡിവിജ്വൽ ട്രെൻഡ്, ഒരു വ്യക്തിയുടെ താല്പര്യം എന്ത്, അതിന് പ്രാധാന്യം കൊടുക്കുക. ഇന്നഹ തത്തസിമു ബിൽ ഹുസൻ, വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഫീലിങ്സിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദുഃഖം എന്നുള്ളത്. അപ്പോൾ ആ ദുഃഖത്തെ അതെന്ത് ചെയ്തു, ആ റൊമാൻറ്റിസം അവ കവിതകളിലൂടെയൊക്കെ തത്തസിമു, അവ വരച്ച് കാണിച്ചു, മുദ്ര വെച്ച് കാണിച്ചു. വത്തശാഉം, പിന്നെ ദുശഗുണങ്ങളെ, ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ, വശൂർ ബിൽ ഗുർബ, ഏകാന്തത, അപരിചിതത്വം എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഫീലിങ്സുകളെയൊക്കെ അവ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇന്നഹ തഹ്തുഫു ഇലൽ ബഹ്സ് അനിൽ മസൽ അൽ അഅല, അതോടൊപ്പം ഇതൊരു തഹ്തുഫു ഇലൽ ബഹ്സ്, ഒരു അന്വേഷണത്തെ ലക്ഷ്യം വെക്കുന്നതാണ്. എന്താണ് അന്വേഷിക്കുന്നത്? അനിൽ മസലിൽ അഅല, ഏറ്റവും ഉന്നതമായ രീതി ഏതാണ്? അൽ മസൽ, മാർഗം, ഒരു പിന്നെന്താ പറയുക, അൽ മസലുൽ അഅല, ഉന്നത വഴി ഏതാണ്? എന്തിനുള്ള, എവിടെയുള്ള? ഫി ആലമി റൂഹി വൽ ഖയാലി വൽ അഹ്ലാമി, സ്വപ്നങ്ങളുടെ, ഭാവനകളുടെ, ആത്മാവിൻ്റെ, മനസ്സിൻ്റെ ഇത്തരം ലോകങ്ങളിലൊക്കെ ഏറ്റവും ഉന്നതമായ രീതി ഏതാണ് എന്നത് അന്വേഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഈ പ്രസ്ഥാനം, ഇവരുടെ ചിന്തകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്നഹ തുഹാവിലുൽ ഫിറാർ ഇല തബീഅ, അതോടൊപ്പം ഈ ആശയക്കാർ പ്രകൃതിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, അല്ലെങ്കിൽ പ്രകൃതിയിലേക്കുള്ള ഒരു ഓട്ടത്തെ അവർ ശ്രമം നടത്തുന്നുണ്ട്. വൽ ഇംതിസാജ് ബിഹ, പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയിലേക്ക് ഇംതിസാജ് ബിഹ, അതിലേക്ക് അലിഞ്ഞു ചേരാനുള്ള അതിൻ്റെ ഒരു ചിന്ത അവരുടെ കവിതകളിലും രചനകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവർ സ്നേഹമെന്ന പ്രതീകത്തെ അവതരിപ്പിക്കുമ്പോൾ തന്നെ എപ്പോഴും അവർ ശ്രദ്ധിച്ചിട്ടുള്ളത്, അത് സ്നേഹമെന്നത് ഖാലിദാണ്, നിരന്തരമുള്ളതാണ്, അത് നശിച്ചു പോകേണ്ടതല്ല, നശിച്ചു പോവുകയുമില്ല. കാലങ്ങളും തലമുറകളും മാറിയാലും സ്നേഹമെന്ന കാഴ്ചപ്പാട് നിലനിൽക്കും. അപ്പോൾ ആ സ്നേഹം എന്നുള്ളത് പ്രകൃതിയോട് സ്നേഹം വേണം, അതേപോലെ സ്വാഭാവിക മനുഷ്യന്മാർക്കിടയിലെ ആൺ പെൺ സ്നേഹങ്ങൾ, ഇങ്ങനെയൊക്കെ അതിനെ വർണ്ണിക്കുന്നത് അവരുടെ കവിതകളും കഥകളൊക്കെ വായിക്കുന്നിടത്ത് നമുക്ക് ബോധ്യമാകും. അടുത്തതാണ് 2.1.3 കാണാം, റൊമാൻസി ഓഫ് അദബിൽ അറബി. ഇനി അറബി സാഹിത്യത്തിലേക്ക് വന്നാൽ അവിടെയുള്ള റൊമാൻറ്റിസം എന്താണ്? അൽ മദ്രസത്തുർ റൊമാൻസി ലഹറത്ത് ഫി ഷിഅർ അറബി മഅ ബിദായത്തുൽ ഖർനിൽ 20, 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടിയാണ് അറബി കവിതകളിൽ ഈ ഒരു ചിന്താധാര രംഗത്ത് വന്നത്. അപ്പോൾ കൃത്യമായി നോട്ട് ചെയ്തൊക്കെ, ലോകത്ത് 18-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അറബി സാഹിത്യത്തിൽ അതെത്തുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. അലയദി റാഇദിഹ, അതിൻ്റെ നേതാവിൻ്റെ കൈകളിലൂടെ. ആരാ നേതാവ്? ഖലീൽ മുത്റാൻ, 1872 ജനിച്ച് 1949 മരണപ്പെട്ട. വദാലിക മത്തലഹ മിൻ ഖസാഇസിഹ ഫി ശുഅരി മുത്റാൻ അൽ മുഫക്കിർ, കാരണം ഇതിൻ്റെ സവിശേഷതകളെല്ലാം ആദ്യമായി മുത്റാൻ്റെ കവിതകളിലൂടെയാണ് രംഗത്ത് പ്രകടമായി തുടങ്ങി എന്നുള്ളത് അറബി സാഹിത്യത്തിൽ. വഖതമസ്സലത്ത് ഹാദിഹിൽ ഹറക ഫി ഇത്തിജാഹൈനി, 2 വീക്ഷണഗതികളിലൂടെ ഈ ഒരു പ്രസ്ഥാനം അവിടെ രംഗത്ത് വരികയുണ്ടായി. അഹദുഹുമ, ഒന്ന് ദാഖിലൽ വതനിൽ അറബ് വേൾഡിൻ്റെ ഉള്ളിൽ. ബദഅത്ത് ബി ഖലീൽ മുത്റാൻ, അതെങ്ങനെയായിരുന്നു? ഖലീൽ മുത്റാൻ തുടങ്ങിയതാണ്. സുമ്മ തതവറത് അലാ യദി ജമാഅത്തുദ് ദീവാൻ, പിന്നെ ജമാഅത്തുദ് ദീവാൻ എന്ന പ്രസ്ഥാനത്തിലൂടെ അത് ഡെവലപ്മെൻറ്റ് നേടി. തുടങ്ങിയത് ഖലീൽ മുത്റാൻ, അതിന് വളർച്ചയുണ്ടായത് ജമാഅത്തുദ് ദീവാൻ എന്ന സംഘത്തിൽ. വറുവാദ് ജമാഅത്തുദ് ദീവാൻ, ഈ ജമാഅത്തുദ് ദീവാൻ എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ, ആ ജമാഅത്ത്, ആ സംഘം, അതാരൊക്കെയാണ് അതിൻ്റെ ആളുകൾ, ലീഡേഴ്സ്? ഹും അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്, 1964 മുതൽ 1988 വരെ ജീവിച്ച അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്, അതോടൊപ്പം തന്നെ അബ്ദുറഹ്മാൻ ഷുക്രി, അബ്ദുൽ ഖാദർ അൽ മാസ്നി,
ഈ മൂന്ന് പേരായിരുന്നു ഈ ജമാഅത്തു അദ്ദീവാൻ എന്ന സംഘത്തിൻ്റെ ലീഡേഴ്സ്. വഹ്യാൻ യുത്ലഖു അലാ ഹഉലാഇ സലാസ ബിൽ ജീലിൽ ജദീദ്. പല സമയങ്ങളിലായിട്ട് ഈ മൂന്ന് പേരെയും വിളിക്കപ്പെട്ടത് ബിൽ ജീലിൽ ജദീദ്, ഒരു പുതിയ തലമുറ എന്ന നിലക്കാണ് ഇവരെ പരാമർശിക്കപ്പെട്ടത്. വഹും തഅസ്സറു ബി മുത്റാൻ, അവർക്ക് മുത്റാൻ്റെ കാഴ്ചപ്പാടുമായി സ്വാധീനമുണ്ടായി. സുമ്മ ബി ഖിറാഅത്തിഹിം ഫിൽ അദബിൽ ഇൻജിലീസി അർ റൊമാൻസി. അതോടൊപ്പം ഈ മൂന്ന് പേരും അവർ പലപ്പോഴായിട്ട് ഇംഗ്ലീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിലുള്ള നിരന്തരമായ വായനയും അവരെ സ്വാധീനിച്ചു. സുമ്മ തതവറത്തു റൊമാൻസിൽ അറബി അലാ യദി ജമാഅത്തി അപ്പോളോ. അതിനെ തുടർന്ന് ജമാഅത്തു അപ്പോളോ അതിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളുടെ കരങ്ങളിലൂടെയും ഈ റൊമാൻറ്റിസം എന്ന കാഴ്ചപ്പാട് അറബി സാഹിത്യ മേഖലയിൽ വളർന്നു വന്നു. മുതഅസ്സിറത്തൻ ബി മുത്റാൻ, ആ ജമാഅത്തു അപ്പോളോക്ക് ഇതുണ്ടായത് എങ്ങനെയാണ്? അവർ മുത്റാനെ സ്വാധീനിച്ചു. ജമാഅത്തു ദീവാനെയും സ്വാധീനിച്ചു. വശുഅറ അൽ മഹ്ജർ കവികളെയും സ്വാധീനിച്ചു. മഹ്ജർ പ്രസ്ഥാനം വേറെയാണ്. അവർക്കുണ്ടായിട്ടുള്ള ഈ റൊമാൻറ്റിസത്തോടെ താല്പര്യം, അവരുടെ കാഴ്ചപ്പാട്, വീക്ഷണഗതികളൊക്കെയും ഈ ഒരു ജമാഅത്തു അപ്പോളോയും എന്ത് ചെയ്യാണ്? സ്വാധീനിക്കുകയാണ്. ജമാഅത്തു അപ്പോളോ, ഈ ജമാഅത്തു അപ്പോളോ എന്ന് പറഞ്ഞാൽ ആരാ? ഹിയ ജമാഅ അദബിയ, ഇതൊരു സാഹിത്യ സംഘമാണ്. അൻഷഅത്ത് ഫി മിസ്ർ ആം 1930, 1930 ഈജിപ്തിലാണ് ഇവ ഉദയം കൊണ്ടത്, സ്ഥാപിതമായത്. വറുവാദു, അതിൻ്റെ ലീഡറാര? അഹ്മദ് സക്കി അബുഷാദി, ഇബ്രാഹിം നാജി, അലി മഹ്മൂദ് തോഹ മിൻ മിസ്റിൽ നിന്നുള്ള ഈ മൂന്ന് പേരും. യൂസുഫ് ബഷീർ അത്തജാനി മിൻ സുഡാനിൽ നിന്ന് യൂസുഫ് ബഷീറും, അബുൽ ഖാസിം അഷാബി മിൻ ടുനീഷ്യയിൽ നിന്നുള്ള അഹ്മദ് ഷാമി മിനൽ യമനിൽ നിന്നുള്ള അഹ്മദ് ഷാമിയും. ഇവരൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ജമാഅത്തു അപ്പോളോയുടെ ഈ സംഘത്തിലെ ആളുകൾ. ഇവിടെ നമ്മൾ പരാമർശിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളുടെ പേരുകൾ, അതിൽ ഉൾക്കൊള്ളുന്ന ആളുകളുടെ പേരുകൾ നിർബന്ധമായി നമ്മൾ പഠിച്ചു വെക്കണം. എല്ലാ മത്സര പരീക്ഷകൾക്കും വളരെ അത്യാവശ്യമുള്ള PSC, ടെറ്റ്, നെറ്റ് പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന മേഖലകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൽ മദ്രസത്തുർ റൊമാൻസി ലഹറത്ത് ഫിൽ വതനിൽ അറബി ലിഇദ്ദത്തി അവാമിൽ. വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് അറബ് വേൾഡിൽ ഈ ഒരു പ്രസ്ഥാനം രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ്, എന്തുകൊണ്ട് ഇവ രംഗത്ത് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായി, അതിനുത്തരമാണ് പറയണത്. അവാമിൽ എന്ന കാരണങ്ങൾ. അഹമ്മു ഹാദിൽ പ്രധാനപ്പെട്ടതാണ് മായലി താഴെ പറയുന്നത്. ഒന്ന്, തഗയ്യുറു അദ്ദുറൂഫി അസിയാസിയ വൽ ഇജ്തിമാഇ വൽ ഫിക്രിയ. അവിടുത്തെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായി എന്നുള്ളതാണ്. ഏതൊക്കെ സാഹചര്യം? രാഷ്ട്രീയപരമായ പശ്ചാത്തലം മാറി, സാമൂഹിക അന്തരീക്ഷം മാറി, അൽ ഫിക്രിയ ചിന്താ മേഖലകൾ മാറ്റം വന്നു. ഇതാണ് ഒരു കാരണം. അപ്പോൾ സാഹചര്യത്തിൻ്റെ മാറ്റം. രണ്ട്, അദ്ദഅവതു ഇല തഹറുറിൽ വതനി, ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മുറവിളി കൂട്ടൽ, ദഅവ അതിലേക്കുള്ള ക്ഷണങ്ങൾ. വതഹ്രീറുൽ അൽ വിജ്ദാൻ അൽ ഫർദി വൽ ജമാഇ, സംഘങ്ങളുടെയും വ്യക്തികളുടെയും അവരുടെ ഇമോഷണലായ സ്വാതന്ത്ര്യം. അവരുടെയും വിജ്ദാൻ എന്നാൽ അവരുടെ വൈകാരികമായിട്ടുള്ള, ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ വൈകാരിക തലം. ഈ വൈകാരിക തലത്തിലുള്ള സ്വാതന്ത്ര്യം വേണം എന്നതിലേക്കുള്ള ചില ആളുകൾ രംഗത്ത് വന്ന് അത് വാദിച്ചുകൊണ്ട് വന്നു. ഇതും അതിൻ്റെ ഒരു കാരണമാണ്. മൂന്നാമത്തെ, തഅസ്സുറു ബിർ റൊമാൻസിയീൻ അൽ ഫറൻസീന വൽ ഇൻജിലീസീന, പുറം ലോകവുമായിട്ടുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് ഫ്രഞ്ചുകാരുമായിട്ട്, അതുപോലെ ഇംഗ്ലീഷുകാരുമായിട്ട്, അവരുടെയൊക്കെ ഈ റൊമാൻറ്റിസം എന്ന കാഴ്ചപ്പാട് ഇവിടുത്തെ എഴുത്തുകാരെയും സാംസ്കാരിക നായകന്മാരെയും സ്വാധീനിച്ചു എന്നുള്ളത്. അടുത്ത, തമറുദ് അല നഹ്ജിൽ ക്ലാസിക്കി, നിലവിലുണ്ടായിരുന്ന ക്ലാസിക്കൽ രീതി, ആ സമ്പ്രദായത്തെ, അതിനോടുള്ള ഒരു വിയോജിപ്പ്, തമറുജ്, അതിനെതിരെയുള്ള ഒരു തുറന്ന പ്രഖ്യാപനം. പിന്നെ വദ്ദഅവ ലി തഗ്യീരിഹി, അതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന അതിനുള്ളൊരു വാദം. അതൊക്കെ ലിയുസ്ബിഹ അശ്ശിഅറ അസ്ദഖ തഅബീറൻ, പിന്നീട് കവിതയെ അതിന് ഏറ്റവും നല്ല ഒരു തഅബീറിലേക്ക് എത്തിക്കുകയായിരുന്നു. അൻ ദാത്തി ഷാഇർ, കവിയെക്കുറിച്ചും, വാനിൽ വാഖിൽ ഇജ്തിമാഇ അൽ മുതഗയ്യർ, മാറ്റം വന്ന സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും കവികളെക്കുറിച്ചൊക്കെ ഒരു സ്വതന്ത്രമായ ആവിഷ്കാരത്തിലേക്ക്, സത്യസന്ധമായ ആവിഷ്കാരത്തിലേക്ക് കവിത മാറാനൊക്കെ ഈ ഒരു വാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു നിലക്ക് അറബ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അറബ് വേൾഡിൽ റൊമാൻറ്റിസം എന്ത് ചെയ്തത്, പ്രതിനിധീകരിച്ചിട്ടുള്ളത്, അവ കടന്നു വന്നിട്ടുള്ളത്. രണ്ട് നിലക്കാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ രീതി എന്താണ്? സാനിഹിമ ഖാരിജുൽ വതനിൽ അറബി, അറബി ലോകത്തിൻ്റെ പുറത്തുനിന്നാണ്. ഒന്ന് ഉള്ളിൽ മറ്റൊന്ന് പുറത്തുനിന്നാണ്. ഈ പുറത്തുനിന്ന് പറഞ്ഞാൽ ആരാണ്? വഹിയ മദ്രസത്തുൽ മഹാജിർ, അത് മഹ്ജർ പ്രസ്ഥാനങ്ങളാണ്. മഹ്ജർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഹിജ്റ പോയ ആളുകൾ, നാട് വിട്ടു പോയിട്ട് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിച്ച് അവിടെ നിന്നും അവരുടെ കൂടെ അവർ ജനിച്ചു വളർന്ന നാടിൻ്റെ സംസ്കാരവും ഭാഷയും മുറുകെ പിടിച്ച് അവിടെയും സാഹിത്യരചനകളും എഴുത്തുമായി മുന്നോട്ട് പോയ കുറച്ച് ആളുകൾ.
അപ്പം മഹിജർ എന്നാണ് പറയുക, ചില മിഹിജർ എന്ന് പറയും. ശരിക്കും മിഹിജർ തെറ്റാണ്, കാരണം ഹിജറ പോയ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പിന്നെ പേര് വരുന്നത് പോലും. മദ്രസത്തുൽ മഹിജറാണ് അതിൻ്റെ യഥാർത്ഥ രൂപമെന്ന് കാണാൻ സാധിക്കും. വഹിയ മദ്രസത്തുൽ മഹാജിർ, അങ്ങനെ കുറേ മഹിജർ പ്രസ്ഥാനങ്ങളുണ്ട്. ഔ മാ യുസമ്മാബി, അല്ലെങ്കിൽ അതിന് മൊത്തത്തിൽ വിളിക്കുക അദബുൽ മഹിജർ എന്നാണ്, മഹിജർ സാഹിത്യം. ലഅന്ന കസീറൻ മിനൽ ലുബ്നാനിയീൻ, അതിൻ്റെ കാരണം പറയാണ്, ധാരാളം ലബനാൻകാർ, ഹാജറു മിൻ ലുബ്നാൻ, അവർ ലബനാനിൽ നിന്ന് ഹിജ്റ പോയി, ഇലൽ അമേരിക്കത്തൈനി, 2 അമേരിക്കയിലേക്കും, ഷിമാലിയ വൽ ജനൂബിയ, വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക, ഷിമാല് വടക്ക് ജനൂബ് തെക്ക്. വക്കൂനു ഫീഹ ജാലിയാത്ത് വക്കൂനു ഫീഹ വകവ്വനു ഫീഹ അഫ്വൻ വകവ്വനു ഫീഹ ജാലിയാത്തിൻ അറബിയ, അവിടെ അവർ ഒരുപാട് അറബി പ്രസ്ഥാനങ്ങൾ, സംഘങ്ങൾക്ക് രൂപം നൽകി. കവ്വനു, അവർ രൂപീകരിച്ചു. കാനലഹ നഷാത്തുൻ അദബിയുൻ മുതഅദ്ദിദത്തുൽ മലാഹിർ, അതിന് നല്ല നല്ല വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങൾ ഉൾക്കൊള്ളുന്ന ആക്ടിവിറ്റികൾ, അല്ലെങ്കിൽ അതിനുള്ള ആക്റ്റീവായ രൂപത്തിലാണ് ആ ഒരു ജാലിയാത്തുകൾ പ്രവർത്തിച്ചത്. നഷാത്ത് അദബി, സാഹിത്യ ആക്റ്റീവായിട്ട്, അല്ലെ അതെങ്ങനെ മുതഅദ്ദിദത്തുൽ മലാഹിർ, വൈവിധ്യങ്ങളായ രൂപത്തിൽ. അപ്പോൾ ഉസ്സിസത്ത് ഫി അമേരിക്ക ഷിമാലിയ, വടക്കേ അമേരിക്കയിൽ സ്ഥാപിതമായി, പ്രത്യേകിച്ച് ഫി ന്യൂയോർക്ക്, ജംഇയ്യ അദബിയ, ഒരു സാഹിത്യ പ്രസ്ഥാനം. വഹിയ, അതെന്തു പേരിലാണ് അറിയപ്പെട്ടത്? അറാബിതത്തുൽ ഖലമിയ ഫി ആം 1920 മിലാദിയ, 1920 അറാബിതത്തുൽ ഖലമിയ വടക്കേ അമേരിക്കയിൽ സ്ഥാപിതമാകുന്നത്. വക്കാലത്ത് അസ്റഉ ഇസ്തിജാബത്തിൽ ജദീദ് വത്തഅസ്സുർ ബിഹി, ഇത് യഥാർത്ഥത്തിൽ അവിടെയുള്ള പുതുമയോടുള്ള ഒരു പ്രതികരണമായിരുന്നു, ജദീദിനോടുള്ള അതിനുള്ള ഒരു പ്രതികരണം. അതേപോലെ പുതുമയുടെ സ്വാധീനം തന്നെയാണ് ഇങ്ങനൊരു സംഘം അവിടെ ഉണ്ടായത്. വമിൻ അബ്റസി ശുഅറാഇഹ, ഈ സംഘത്തിൽ ഏറ്റവും പ്രഗത്ഭനായ പിന്നെ കവിയാണ് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, അതേപോലെ വമിഖാഇൽ നുഐമ, വഇലിയ അബു മാദി, വനസീബ് അരീദ, ഇവരൊക്കെ. വഹഉലാഇ ഹുമുല്ലദീന ഖാദു, ഇവരാണ് നയിച്ചത് ഹറക്കത്ത് തജ്ദീദ്, ഒരു നവോത്ഥാനത്തെ, പുതുമയെ, ഫി ശുഅറാഇൽ മഹാജിർ, മഹിജർ കവികൾക്കിടയിൽ. ഉസ്സിസത്ത് ഐളൻ ഫി അമേരിക്കൽ ജനൂബിയ, അതോടൊപ്പം തെക്കേ അമേരിക്കയിലും സ്ഥാപിതമായി, പ്രത്യേകിച്ച് ഫിൽ ബ്രസീലിലെ സാൻ പൗലോ എന്ന് പറയുന്ന പ്രദേശത്താണത്. ജംഇയ്യ അദബിയ ഉഖ്റ, മറ്റൊരു സാഹിത്യ പ്രസ്ഥാനം. വഹി അൽ ഉസ്ബ അൽ അന്ദുലുസിയ, അതിൻ്റെ പേരെന്താണ്? അൽ ഉസ്ബ അൽ അന്ദുലുസിയാണ്. വഹി അൽ ജംഇയ്യ, അതൊരു സംഘമാണ്, പ്രസ്ഥാനമാണ്. അംയലിൽ അൽ മുഹാഫള, അത് അവരേറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചതിനാണ് എല്ലാത്തിനെയും സംരക്ഷിക്കുക. വദഅമിസ്സുലാത്ത്, അതേപോലെ പിന്നെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. ഏത് ബന്ധങ്ങൾ? ബൈന ശിഅരിൽ ജദീദി വശിഅരിൽ ഖദീമി, പഴയ കവിതയും പുതിയ കവിതയും അവ തമ്മിലുള്ള കണക്ഷൻ, ബന്ധങ്ങൾ, അവ ഊട്ടിയുറപ്പിക്കുക, പഴമയൊക്കെ സംരക്ഷിച്ചു നിർത്തുക എന്ന നിലക്കാണ് ഈ ഒരു സംഘം പ്രസ്ഥാനം കൂടുതൽ താല്പര്യം കാണിച്ചത്. വൈനശ്വരി ഷുഅറാഇഹിം, ഇവരിൽ ഏറ്റവും പ്രഗത്ഭനായ കവികളാണ് റഷീദ് സലീം അൽ ഖൂരി, ഷഫീഖ് അൽ മഅലൂഫ്, ഇല്യാസ് ഫർഹാത്ത് തുടങ്ങിയവരൊക്കെ. വൽ അസ്ബാബുല്ലത്തി ദഫഅതുഹും ഇലൽ ഹിജ്റ, ഹിജ്റക്ക് അവരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഒരു ഹിജ്റ പോയത്? അവിടെ പോയിട്ട് സാഹിത്യം വളർത്തിയിട്ട് ആ സാഹിത്യം കൊണ്ടുവരാനാണോ, അല്ലെങ്കിൽ അവിടുന്ന് കൂടുതൽ സമ്പാദിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ ചെയ്തതാണോ? എന്താ സംഭവം? ഒന്ന്, ഫസാദുൽ ഹുക്കുമിൽ ഉസ്മാനി, ഒട്ടോമിയൻ ഭരണകൂടത്തിൻ്റെ ഫസാദ്, ആ നാട്ടിലുണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. ഒമാനഷ മിൻഹു ഇസ്തിബ്ദാദ്, അതിലൂടെ ഉണ്ടായിട്ടുള്ള സ്വച്ഛാധിപത്യ മനോഭാവം. ഇത്തരം ആളുകൾക്ക് അവിടെ താമസിക്കുന്നിടത്ത് അവർ മതപരമായ കാരണങ്ങൾ കൊണ്ട്, മറ്റു പല ജിയോഗ്രഫിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണ്. അപ്പോൾ ഒരു നാട് വിടേണ്ടി വരികയാണ്. സൂഉൽ ഹാലത്തുൽ ഇഖ്തിസാദിയ്യ, സാമ്പത്തിക അവസ്ഥ വളരെ മോശമായി തീർന്നു. അല്ലത്തി അദ്ദത്ത് ഇലാ ഫഖ്റിൽ ബിലാദ്, രാജ്യം തന്നെ ദാരിദ്ര്യത്തിലേക്ക് അത് എത്തി. ആ സാമ്പത്തിക മാന്ദ്യം അത് അവരെത്തിച്ചു. അദ്ദത്ത് ഇലാ ഫഖ്റിൽ ബിലാദ്, രാജ്യത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്ക്. തഅ്സീറുൽ മുബശ്ശിരീൻ അൽ അജാനീബ്, മറ്റൊരു കാര്യം, പിന്നെ വിദേശത്തുനിന്ന് വന്ന മിഷണറി പ്രവർത്തന്മാരുടെ സ്വാധീനം. വദി ആയാത്തി സഅഹീൻ, അതേപോലെ അവർ ഈ ടൂറിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള വാദങ്ങൾ, അവരുടെ ചില ദിആയകൾ, പ്രൊപ്പഗണ്ടകൾ, ഇതൊക്കെ എന്ത് ചെയ്തു? അവരെ സ്വാധീനിച്ചു. അങ്ങനെ അവർ നാട് വിടാൻ കാരണമായി. അൽ മൈലു തബീഇ, പിന്നെ സ്വാഭാവികമായ ഒരു താല്പര്യം. ഇന്ദ അഹ്ലി ഷാം, ഷാമുകാർക്ക് ഉണ്ടായിട്ടുള്ള, ലുബ്നാനൊക്കെ ഷാം പ്രദേശമാണല്ലോ. എന്തിനൽ മുഖാത്തറ വഹ്തിമാൽ അൽ മഷഖാത്ത് മിൻ കസ്ബി ലുഖ്മത്തിൽ ഐഷ്, ജീവിതമാർഗം കണ്ടെത്തുന്നതിനുള്ള പ്രതിസന്ധികളെ ഏറ്റെടുക്കാനും, അതേപോലെ പിന്നെ മുഖാത്തറ, ഈ അഡ്വഞ്ചറായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ സാഹസികതയ്ക്ക് മുതിരുക എന്ന അവരുടെ താല്പര്യം, ഇതവരുടെ പ്രകൃതിയുള്ള താല്പര്യമാണ്. ഈ കാരണവും അവരെ നാട് വിടാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ അതാണ് പ്രധാന കാരണങ്ങൾ. അമ്മൽ അവാമിലെത്തി അസ്രത്ത് ഫി അദബിൽ മഹിജർ ഫഹിയ, എന്നാൽ മഹിജർ സാഹിത്യത്തിൽ സ്വാധീനിച്ച അതിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനൊരു പ്രസ്ഥാനത്ത് നാട് വിട്ടു പോയ ശേഷം ഇങ്ങനെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി അവിടെ സാഹിത്യം പ്രത്യേക രീതിയിൽ വളരാൻ
അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെ? ഒന്ന് ഷുഊറുഹും ബിജവ്വി മിനൽ ഹുർരിയ, അവരനുഭവിക്കുന്ന ഒരു സ്വതന്ത്ര അന്തരീക്ഷം. അല്ലത്തി ലം യുത്ഇഹ ലഹും ഫി ശർഖ്, അത് അവർക്ക് കിഴക്കിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ പാശ്ചാത്യ നാട്ടിൽ വന്നപ്പോഴാണ് അവർക്ക് ലഭിച്ചത് ഹയ്യ ലഹുമുൽ ഇന്തിലാഖ് ഫി ളില്ലി ഹാദൽ ജവ്വ്, ഈ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് കുതിച്ചു പോകാൻ അവർ പ്രാപ്തരാക്കി. എവിടേക്ക്? ഇല ആഫാഖിൻ ഷിഅരിയ്യ ജദീദ, പുതിയ കവിതയുടെ ചക്രവാളങ്ങൾ തേടിപ്പോകാൻ അവരെ പ്രാപ്തരാക്കിയത് ഈ ഒരു സ്വാതന്ത്ര്യമാണ്. അതേപോലെ തഫാഉലു ശഖ്സിയതിഹിമു ശർഖിയ്യ മഅൽ ഗർബിൽ ജദീദ്, ഈ പുതിയ പാശ്ചാത്യരുമായിട്ട് ആ ഒരു കിഴക്കൻ പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്നിട്ടുള്ളവരാ വ്യക്തിത്വം, ഇവർ തമ്മിലുള്ള ഒരു തഫാഉൽ കൊണ്ടും കൊടുത്തുള്ള ആ ഒരു ഇടപഴകൽ. വത്തിസാലുഹുൽ വസീഖ് ബി സഖാഫാത്തിൻ അജ്നബിയ്യ, അതേപോലെ വൈദേശിക സംസ്കാരവുമായിട്ടുള്ള ആ ഗാഢബന്ധം. ബി അൽവാനിൻ ഉഖ്റ മിനൽ അദബ്, അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ മറ്റു സാഹിത്യ ഇനങ്ങൾ. ഇതൊക്കെ തഖ്തലിഫു ഫി തിജാഹാതിഹ വസാലിബിഹ, അവരുടെ ശൈലിയിലുണ്ടാകുന്ന അവരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസങ്ങൾ. അമ്മ അലിഫൂഹു ഫി ശർഖ്, അതാവട്ടെ അവർ ഷർഖിൽ നിന്ന് അവർ ഇണങ്ങി ശീലിച്ച് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ കിഴക്കിൽ നിന്ന് അവർ ജീവിച്ചവരുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്തങ്ങളായ രീതികൾ അവരുടെ കയ്യിലുണ്ട്. അതേപോലെ വൈദേശികമായ സംസ്കാരം ഇവിടെ എത്തിയപ്പോഴും അതുണ്ട്. ഇതെല്ലാം കൂടിക്കലർന്നു. ഫലഹർ അദബുൻ, അങ്ങനെ ഒരു അദബുണ്ടായി. ഫി മലാമിഹി ഷർഖ് വൽ ഗർബ്, ഷർഖും ഗർബിൻ്റെയും ഫീച്ചേഴ്സുകൾ കാണുന്ന രൂപത്തിലുള്ള മലാമിഹകളുള്ള പുതിയൊരു അദബ് അവിടെ എന്ത് ചെയ്യാണ്? ലാഹിറാവാണ്. അതാണ് മറ്റൊരു കാരണം. പിന്നെ ഹനീനുഹും ഇലാ വതനിഹിം, അവരെ സ്വദേശത്തോടുള്ള അങ്ങേറ്റത്തെ അടങ്ങാത്ത വാഞ്ച, താല്പര്യം. ഹനീനൻ ഇലൽ വതൻ എന്ന തൻ്റെ ദേശത്തേക്ക് മടങ്ങാനുള്ള ആഗ്രഹം. വതമസ്സുഖുഹും ബി ഖൗമിയത്തിഹിം അൽ അറബിയ, അവരുടെ അറബിത്വം എന്ന ആ ഒരു ദേശീയതയിലുള്ള മുറുകപ്പിടുത്തം. ഇതും അവർ പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. അവിടെയും അറബി സാഹിത്യവും അറബി ഭാഷയുടെ വളർച്ചയൊക്കെ അവർ താല്പര്യം കാണിക്കാനുള്ള കാരണം അതാണ്. ശരിക്കും അത് വിട്ടെറിഞ്ഞവർക്ക് ഇംഗ്ലീഷും അവിടുത്തെ ഭാഷയും അവിടുത്തെ സംസ്കാരമൊക്കെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അതില്ലാതിരിക്കാൻ കാരണം ഒരു നാൾ അവർ ദേശത്തേക്ക് മടങ്ങിപ്പോകണം, അങ്ങനെങ്കിൽ അവരെ നാടിനെ അവർക്ക് മറക്കാൻ കഴിയുന്നില്ല. അതുപോലെ അവർ അറബി എന്ന ആ ഒരു ദേശീയത അവരുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. വർത്തിബാത്തുഹിം ബിഹ, ആ അറബ് രാജ്യവുമായുള്ള അവർ ആ ഒരു കണക്ഷൻ, ബന്ധം, ഇതൊക്കെയാണ് മറ്റൊരു കാരണം. കമ അന്നഹും ലം യജിദു ഫിൽ ഗർബി കുല്ലൽ ഖിയം, അതോടൊപ്പം അവരെന്ത് ചെയ്തില്ല? പാശ്ചാത്യൻ മേഖലയിൽ എല്ലാ നിലക്കുള്ള വാല്യൂസ് അവർ കാണുന്നില്ല. അല്ലത്തി ആഷുഫി ഹഫി ഷർഖ്, അവർ കിഴക്ക് പ്രദേശത്ത് അവരുടെ നാട്ടിൽ ജീവിച്ച സമയത്ത് അവർ കണ്ടിരുന്ന വാല്യൂസ് എല്ലാം ഇവിടെ കാണുന്നില്ല. വജഅലഹും യുആനൂന അൽ ഖലിഖ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അസ്വസ്ഥതകൾ, ടെൻഷനുകൾ അവർക്ക് അനുഭവപ്പെട്ടു. വൽ ഹൈറ, അസ്വസ്ഥതകൾ. വൽ ഇന്തിവാഉ അലൻ നഫ്സ്, അവർക്കൊരു അന്തർമുഖത അവർക്ക് അനുഭവപ്പെടുകയാണ്. വൽ ഫിറാറു ലത്വബിഅ, അവർ പ്രകൃതിയിലേക്ക് ഓടിപ്പോവുകയാണ്. വലിന്ദിമാജു ഫിഹ, പ്രകൃതിയുമായി കൂടിച്ചേരാൻ അവർ ആഗ്രഹിക്കുകയാണ്, ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാരണങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരിൽ രൂപപ്പെട്ടപ്പോൾ അവർ കണ്ടെത്തിയ വഴിയാണ് ഇതുപോലെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക, കൂട്ടായ്മകൾ ഉണ്ടാക്കുക. ഇതുപോലെ അവരുടെ ഫീലിങ്സുകളും ഇമോഷൻസും അവരെ സ്വദേശത്തോടുള്ള താല്പര്യവും കഴിഞ്ഞ നാളുകളും അവർ തിരിച്ചുപോക്കും പ്രകൃതിയെക്കുറിച്ചും അങ്ങനെയൊക്കെ എഴുതാനും പറയാനും അതുപോലെ തന്നെ ആ മേഖലയിലേക്ക് ചിന്തിക്കുവാനും അവരെ പ്രാപ്തരാക്കിയ കാര്യങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അർ-റുമാൻസിയ മദ്ഹബുൻ നദബിയ്യൻ യഹ്തമു ബിൻ നഫ്സ് വൽ ഇൻസാനിയ്യ, മനുഷ്യൻ്റെ മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹിത്യ ചിന്താധാരയാണ് റൊമാൻറ്റിസം. വമാ തസ്ഖറു ബിഹി മിൻ അവാതിഫ് വമശാഇറ വഅഖീല, ഇതിലേറ്റവും കൂടുതൽ പ്രകടമായി കാണുന്ന എന്തൊക്കെയാണ്? ഫീലിങ്സുകളാണ്, ഇമോഷൻസാണ്, ഭാവനകളാണ്. വമിൻ ഖസായിസിഹി, ഇതിൻ്റെ ഒരു പ്രത്യേകത അൽ ഉഖൂഫ് അല ദാത്ത് അവ നസ്അ അൽ ഫർദിയ്യ, ഓരോ വ്യക്തിയുടെയും താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഖലീൽ മുത്രാൻ റായിദു ഷിഅർ റൊമാൻസ് അറബി, അറബി റൊമാൻറ്റിക് കവികളുടെ ലീഡറായിട്ട് അറിയപ്പെടുന്ന ഖലീൽ മുത്രാനാണ്. പിന്നെ ജമാഅത്തു ദീവാൻ, അതിലെ 3 വ്യക്തികളാണ് അതിലുള്ളത്. അൽ അഖാദ് അൽ മാസിനെ ശുക്രി, ജമാഅത്തു അപ്പോളോ അബൂ ഷാദിയാണ് അതിൻ്റെ അമീർ ലീഡർ റായിദ്. പിന്നെ അദബുൽ മഹിജറാണ്, അത് അമേരിക്ക ഷിമാലയിലുണ്ട്, അമേരിക്കൽ ജനൂബയിലുണ്ട്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. പിന്നെ അവിടെ വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് റബീത്തുൽ ഖലമിയ, അമേരിക്ക ഷിമാലയിലാണ്, പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ. ജുബ്രാനാണ് അതിൻ്റെ സ്ഥാപകൻ. അതിൽ മറ്റു അംഗങ്ങളാണ് മിഖായിൽ നുഐമ, ഇലി അബു മാലി, നസീബ് അലിയുള്ള. രണ്ടാമത്തെ ഒരു സംഘമാണ് അൽ അന്ദുലുസിയ, അത് അമേരിക്കൽ ജനൂബിയിലാണ്, പ്രത്യേകിച്ച് ബ്രസീലിലാണ്. അതിൽ തന്നെ സാൻ പാവുലോ എന്ന പ്രദേശത്താണ്. റഷീദ് സലീം അൽ ഖൂരി, ഇലിയാസ് ഫർഹാദ്, ഷഫീഖ് മഅലൂഫ്, ഇവരൊക്കെയാണ് അതിലെ
അംഗങ്ങളായിട്ടുള്ള ആളുകൾ. ഇനി അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. കുരിസ്മൻ ആഹ്റലിൽ മദ്രസ റൊമാൻസിയ, റൊമാൻറ്റിക് പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അൽ മദ്രസ അൽ ഇബ്തിദാഇയ്യ. ഉണ്ട് അല ഐ ഷൈഇൻ തഅതമിദ് അൽ മദ്രസ റൊമാൻസിയ. ഈ റൊമാൻറ്റിക് മദ്രസ, ഈ ഒരു പ്രസ്ഥാനം ഇവർ ആശ്രയിക്കുന്നത്, അവലംബിക്കുന്നത് എന്തിൻ്റെ മേലാണ്? ഉത്തരം അൽ ആറ്റിഫ വൽ ഖയാൽ, ഇമോഷൻസും ഭാവനകളുമാണ്. ഉദ്കുർ ഇസ്നൈൻ മിൻ സിമാത്തിർ റൊമാൻസിയ, റൊമാൻറ്റിസം എന്നതിൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചില രണ്ട് പ്രത്യേകതകൾ, സവിശേഷതകൾ പറയുക. ഒന്ന് അൽ ഉഖൂഫ് അല ദാത്തിയ വൻ നസ്അ അൽ ഫർദിയ, വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുക. വഅന്നഹ തത്തസിബ് ബിൽ ഹുസ്ൻ വത്തശാഉ വശുഉർ ബിൽ ഗുർബ, അതോടൊപ്പം ദുഃഖം, അതേപോലെ ശകുനം, അതേപോലെ തന്നെ ഒരു വൈദേശികത, അപരിചിതത്വം, ഇതിനെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? കൃത്യമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം കാണാം. മൻ ഹു റായിദ് ഷിഅർ റൊമാൻസി ഫിൽ അറബിയ്യ, ആരാണ് അതിൻ്റെ റായിദ് എന്ന് പറയുന്ന ആൾ? ഖലീൽ മുത്റാനാണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം മൻഹും അസ്ഹാബു ജമാഅത്തുദ് ദീവാൻ, ജമാഅത്തുദ് ദീവാനിലെ അംഗങ്ങൾ, അതിൻ്റെ ആളുകൾ ആരൊക്കെയാണ്? അബ്ബാസ് മഹ്മൂദ് അൽ-അഖാൻ, അബ്ദുൽ ഖാദർ മാസ്നി, അബ്ദുറഹ്മാൻ ശുക്രി. ആറാമത്തെ ചോദ്യം മൻഹു മുഅസ്സിസ് ജമാഅത്ത് അപ്പോളോ, ജമാഅത്തു അപ്പോളോയുടെ സ്ഥാപകൻ ആരാണ്? അഹമ്മദ് സക്കി അബു ഷാദി. അടുത്ത ഏഴാമത്തെ ചോദ്യം ഐന ഉസിസത്ത് റാബിത്തുൽ ഖലമിയ്യ വമാനില്ലദി അസ്സസഹ, റാബിത്തുൽ ഖലമിയ്യ എവിടെയാണ് സ്ഥാപിതമായത്? ആരാണ് അതിൻ്റെ സ്ഥാപകൻ? അതിന് ഉത്തരം ന്യൂയോർക്കിലാണ്. ഖലീൽ ജുബ്രാനാണ് അതിൻ്റെ സ്ഥാപകൻ. എട്ടാമത്തെ ചോദ്യം മാഹിയ അൽ ഹറക്ക അൽ അദബിയ അൽ അറബിയ അല്ലത്തി ഉസുസത്ത് ഫിർ ബ്രസീൽ, ബ്രസീലിൽ സ്ഥാപിതമായിട്ടുള്ള അറബി സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പേര്, അതെന്താണ് ആ പ്രസ്ഥാനം? ഉത്തരം അൽ ഉസ്ബ അൽ അന്ദുലുസിയ. 2 അസൈൻമെൻറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അഇദ്ദ അർദ് പവർ പോയിൻറ്റ് അൽ മദ്രസ അൽ റൊമാൻസി ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ റൊമാൻറ്റിക് പ്രസ്ഥാനത്തെക്കുറിച്ചൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. രണ്ടാമത്തെ ഉക്തു മക്കാല അനിൽ ഹറക്കാത്തിൽ അദബി അൽ അറബി അൽ അസുൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു മക്കാല തയ്യാറാക്കുക. ഇത് നമുക്ക് അവലംബിക്കാൻ പറ്റിയ 3 പുസ്തകങ്ങളാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് താരീഖുൽ അദ്ബിൽ അറബി ഹന്ന അൽ ഫാഖുരി, 2 താരീഖുൽ അദ്ബിൽ അറബി അഹമ്മദ് ഹസൻ അസയ്യാത്ത്, 3 അൽ ഫന്നു വമദാഹിബുഹു ഫി ഷിഅറിൽ അറബി ഷൗഖി ലൈഫ്. ഷൗഖി ലൈഫിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ബഹ്സാണ് അൽ ഫന്നു വമദാഹിബുഹു ഫി ഷിഅറിൽ അറബി എന്ന ഈ പുസ്തകം. അദ്ദേഹത്തിന് തന്നെ അൽ ഫന്നു വമദാഹിബു ഫി നസിൽ അറബി എന്ന പുസ്തകം കൂടെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ യൂണിറ്റ് 1 ഇവിടെ അവസാനിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അടുത്ത ഭാഗങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.